ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുന്നു. കോൺഗ്രസ് നേതൃനിരയ്ക്ക് പിന്നാലെ മുതിർന്ന നേതാവ് വി എം സുധീരനും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. ബി.ജെ.പി നേതാവും നടനുമായ കൃഷ്ണപ്രസാദും ഇന്ന് സമരവേദിയിലെത്തി. സമരം കൂടുതൽ ശക്തമാക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളാണ് മുന്നോട്ട് വരുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. ഇത്രയും ദിവസമായി ഈ വെയിലത്ത് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്രയും സഹോദരിമാർ രാപ്പകലായി ഇവിടെ സമരം നടത്തിയിട്ട് അവരെ പരിഹസിക്കുന്നതിനല്ലാതെ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ വാക്കുകൾ പോലും ഞങ്ങളെ പോലെയുള്ളവരുടെ ഹൃദയവേദന ഉണ്ടാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശാ വർക്കർമാരെ ഇത്തരമൊരു സമരത്തിലേക്ക് സർക്കാർ തള്ളിവിടരുതായിരുന്നു എന്ന് സമരവേദി സന്ദർശിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി എം സുധീരൻ പറഞ്ഞു. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന സംവിധാനം ആശാ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. ആശാ സഹോദരിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശരിയായി വിലയിരുത്തി അവർ ചെയ്യുന്ന അസാധാരണമായ പ്രവർത്തനങ്ങളെ ശരിയായി വിലയിരുത്തുന്ന ഒരാൾക്ക് പോലും അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിഷേധഭാവത്തിൽ നിൽക്കാനാവില്ല. ഈ ഗവൺമെന്റിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയമാണ് ആശാ വർക്കർമാരെ, ആശാ സഹോദരിമാരെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത്. വി എസ് ശിവകുമാറും നടൻ കൃഷ്ണപ്രസാദും സമരവേദിയിൽ ഐക്യദാർഢ്യവുമായി എത്തി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു കയറുള്ളൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. ഗവൺമെന്റ് ഞങ്ങളെ ആവശ്യങ്ങൾ, അതായത് ഡിമാൻഡുകൾ അംഗീകരിക്കും വരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. വരും ദിവസങ്ങളിലും കൂടുതൽ സംഘടനകൾ പിന്തുണയുമായി സമരവേദിയിലെത്തും. ഒരു ജനകീയ ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾ ഒന്നിച്ചപ്പോൾ അവർക്ക് പിന്നിൽ നാടൊന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ക്യാമറമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.